വിശേഷങ്ങളുമായി ഭദ്രയിലേക്ക് പോവുകയാണ്. ഭദ്ര, ഒരുക്കങ്ങൾ ഏതാണ്ട് അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തുകയാണ്. പണ്ടാര അടുപ്പിൽ ദീപം തെളിയിക്കാനുള്ള ഇല്ലെങ്കിൽ തീ കൊളുത്താനുള്ള ഒരുക്കങ്ങളാണ് ആരംഭിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ? അത് 10:30 പണ്ടാരപ്പയിൽ തിരി തെളിയുന്നത്, തിരി കൊളുത്തുന്നത്. അതിനുശേഷമാണ് ഈ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുക. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ തിരുവനന്തപുരം നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഭക്തജനങ്ങൾ ഇത്തരത്തിൽ അടുപ്പ് കൂട്ടി അവിടെ പൊങ്കാല സമർപ്പിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം, തയ്യാറെടുപ്പുകളെല്ലാം സജ്ജീകരിച്ച് ഇരിക്കുകയാണ്. നമുക്ക് ഇവിടെ അതായത് പൊങ്കാല ഇടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന് മൺകലം, രണ്ടാമത്തേത് ചുടുകട്ട. ആ ചുടുകട്ട വിൽക്കുന്ന ചേട്ടനാണ്. ചേട്ടൻ പേരെന്താണ്? ഞാൻ അടുത്ത് മണക്കാടാണ് താമസം. എല്ലാ വർഷവും ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പൊ 2-3 വർഷം കൊണ്ട് കോവിഡ് കാരണം ചെയ്യുന്നില്ല. ഇപ്പൊ 3 വർഷത്തിന് ശേഷം ചെയ്യണം. കോവിഡ് സാധാരണ എല്ലാ വർഷവും കട്ട നമ്മൾ വാങ്ങിയാണ് ചെയ്യുന്നത്. വാങ്ങിച്ചിട്ട് 60 രൂപയ്ക്ക് 50 രൂപയ്ക്കാണ് 3 കട്ട വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ അത് 60 രൂപയ്ക്കാണ് വിൽക്കുന്നത്. നമ്മൾ സാധാരണ നമ്മൾ ഈ കട്ട നമ്മൾ കച്ചവടക്കാരായ നമ്മൾ തന്നെ എടുത്ത് ഈ വിറ്റ സാധനം തന്നെ നമ്മൾ തിരിച്ചെടുത്ത് വിൽക്കുന്ന ഒരു സംവിധാനമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ അത് കോർപ്പറേഷന്റെ ഭാഗത്ത് ഭവന നിർമ്മാണത്തിന് വേണ്ടി ഈ കട്ട അവർ തിരിച്ചെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു സംവിധാനമാണ്, പാവപ്പെട്ടവർക്ക് ഉപയോഗപ്പെടും. പിന്നെ അപ്പോൾ ഈ മേയർ കഴിഞ്ഞ ദിവസം അതുപോലെ കട്ട അത് വേറെ മാഫിയകളൊന്നും ആരും എടുത്തുകൊണ്ട് പോകരുത്, അത് കോർപ്പറേഷൻ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനിടയ്ക്ക് ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിരുന്നു. ചേട്ടൻ അതിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അതിനെ അനുകൂലിക്കണം. കാരണം ഞാൻ ഉൾപ്പെടെ ഒരു കച്ചവടക്കാരനാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റാണ്. 2 കച്ചവടമാണ്. ഒരു കച്ചവടം ചെയ്ത് നമ്മൾ ലാഭം എടുക്കുകയാണ്. ആ ലാഭം എടുത്തിട്ട് നമ്മൾ വീണ്ടും ആ കല്ലിനെ തിരിച്ച് പുറക്കി എടുക്കുന്ന ഒരു സ്ഥിതിയാണ്. ഞാനും ഒരു കച്ചവടക്കാരാണ്. എന്നാലും നമ്മൾ ചെയ്യുന്ന തെറ്റിനെ ഞാൻ തുറന്ന് പറയണം. ഇതിപ്പോൾ പാവപ്പെട്ട അവര് കോർപ്പറേഷൻ ഇത് മൊത്തത്തിൽ ശേഖരിച്ച് പാവപ്പെട്ടവരുടെ ഭവന നിർമ്മാണത്തിന് വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയിലാണ് വേറെ വ്യാഖ്യാനിക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്ന ഒരു നല്ലൊരു പ്രവൃത്തിയാണ്. ഈ കട്ട ഇപ്പൊ എങ്ങനെയാണ് അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? അവർക്ക് കൊണ്ടുപോകും, തീർച്ചയായിട്ടും കൊണ്ടുപോകാം. അതിനെപ്പറ്റി അവരൊന്നും പറഞ്ഞില്ല. ഈ കച്ചവടക്കാർ തന്നെ തിരിച്ചിതിനെ എടുത്തിട്ട് രണ്ടാമതൊരു വിലയ്ക്ക് കച്ചവടം ചെയ്യുന്നുണ്ട്. അത് എല്ലാ വർഷവും കൊണ്ട് നടന്നു വരുന്ന ഒരു പതിവാണ്. അത് വേണ്ടെന്ന് മാത്രമേ കോർപ്പറേഷൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പൊങ്കാല ഇടുന്ന ആൾക്കാരെ ഇതുവരെ ഒരു കല്ലും അങ്ങനെ കൊണ്ടുപോകില്ല. എല്ലാ വർഷവും അവർ ഇത് 3 കല്ലും ചുമന്നുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് കൊണ്ടുപോകുന്നില്ല. ഇത് പല ആളുകൾക്കും അറിയില്ല ചേട്ടാ. ഇപ്പൊ പല ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ചിലപ്പോൾ കട്ട എടുത്തോണ്ട് പോയിന്ന് വരാം. അപ്പൊ അതിനുള്ള നിർദ്ദേശങ്ങൾ എന്തെങ്കിലും നൽകുന്നുണ്ടോ? അതിനെപ്പറ്റി അവർ കോർപ്പറേഷൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനത്തെ കാരണം അത് കൂടിപ്പോയി അവരെ 3 കല്ലേ എടുക്കുള്ളൂ. ഇതിപ്പോ നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളിപ്പോ പൊങ്കാല കഴിയുന്നതോടെ നമ്മൾ ഈ കല്ലുകളെല്ലാം പറക്കി കൂട്ടും. പറക്കി ഒരു സൈഡ് കൂട്ടിയിട്ട് നമ്മൾ തന്നെ വണ്ടികളിൽ നമ്മൾ കയറ്റിക്കൊണ്ടിത് മറുവിലയ്ക്ക് കച്ചവടം ചെയ്യും. ഒരു ലാഭം നമുക്ക് കിട്ടി. അതിന് പുറമെ നമ്മൾ രണ്ടാമതൊരു ലാഭമായിട്ട് ചെയ്യണം. ഉപഭോക്താക്കളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണത്. അത് എടുക്കാനും ആളില്ല. അന്ന് കോർപ്പറേഷൻ അത് ഏറ്റെടുത്തില്ല. ഇപ്പൊ അവരത് നേരിട്ട് ഏറ്റെടുത്ത് തയ്യാറാണ്. അതിന് ഭവന നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ്. നമ്മളും അതിനെ അനുകൂലിക്കുന്നുണ്ട്. അതെ അതെ, എല്ലാ വർഷവും മിക്കാറുണ്ട്. ഇപ്പൊ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം വന്നപ്പോ ചേട്ടൻ അതിനെ അനുകൂലിക്കാണോ? എന്നാലും തീർച്ചയായിട്ടും അനുകൂലിക്കുന്നുണ്ട്. കേട്ടില്ല, മാഫിയകള് കഴിഞ്ഞ പ്രാവശ്യം വരെ അങ്ങനെ ഉണ്ടായിരുന്നു. അവര് ഭീമമായിട്ട് ഈ വിളിക്കുന്ന കല്ലുകളില്ലേ ഇപ്പൊ വിൽക്കുന്നതിന് കുറച്ച് വിലയ്ക്ക് എടുത്തിട്ട് വലിയ വലിയ ആൾക്കാർ മറിച്ച് വിൽക്കുകയാണ്. അതിനുപരി ഈ കല്ല് ഒന്നുകൂടെ വെന്തും കൂടെ വരികയാണ്. അപ്പൊ അവർക്ക് അത് ഉപകാരം കൂടെയാണ്. അത് നല്ലൊരു തീരുമാനം എടുത്തിരിക്കുന്നവര്.